പേര് റാഫേൽ, സ്ഥലം പാവറട്ടി. ഞാൻ 2019 സെപ്റ്റംബർ 24 തീയതി നിലപ്പുറത്ത് നിന്ന് വീണ് നട്ടല് പൊട്ടിയ ആളാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. 3 മാസം ചികിത്സ കിടപ്പിലായിരുന്നു. രോഗങ്ങൾ എല്ലാ കാര്യങ്ങളും കിടന്നിട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ദൈവം എന്നെ... എത്ര മാസം കിടപ്പായിരുന്നു? 3 മാസം. 3 മാസം പൂർണ്ണമായിട്ട് കിടപ്പിലായിരുന്നു. നട്ടല് പൊട്ടി. ബെൽറ്റ് കഴുത്തു മുതൽ നട്ടല് വരെ ബെൽറ്റ് ഇട്ടിട്ടായിരുന്നു. കഴുത്തു മുതൽ നട്ടല് വരെ ബെൽറ്റ് ധരിച്ച് 3 മാസം നട്ടല് പൊട്ടിയിട്ട് കിടപ്പിലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ സാബു ബ്രദർ ധ്യാനം കേൾക്കുമായിരുന്നു, യൂട്യൂബിലെല്ലാമായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തെല്ലാം ആംബുലൻസിലാണ് കിടന്നിട്ടായി പോയിരുന്നത്. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഈ 3 മാസം കഴിഞ്ഞിട്ടും ഒന്നും പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ 3 മാസം കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ വീണ്ടും കിടക്കണം എന്ന് പറഞ്ഞു. 3 മാസം കേട്ടോ, 3 മാസം കിടപ്പായിട്ടും നട്ടല് കൂടിച്ചേർന്നില്ല, ബെൽറ്റ് ധരിച്ച അവസ്ഥ. വീണ്ടും ഡോക്ടർ പറഞ്ഞു 3 മാസം കൂടി കിടക്കുവാനായിട്ട്. ആ സമയത്ത് മണലൂര് സാബു ബ്രദറിന്റെ ധ്യാനം നടക്കുന്ന സമയത്ത്, പാവറട്ടിയില് അല്ല, മണലൂര് കൺവെൻഷൻ നടക്കിയ ഡിസംബറിൽ. ആ സമയത്ത് സാബുവിൻ്റെ അടുത്തേക്ക് ഞാൻ കിടന്നിട്ട് തന്നെയാണ് അങ്ങോട്ടും വന്നത്. ആംബുലൻസ് അല്ല, കാറിൽ കിടന്നിട്ടാണ് വന്നത്. ആ സമയത്ത് സാബു അപ്പം സ്ട്രെച്ചറിൽ മറ്റേ രോഗികളുടെ ഷെൽട്ടറിൽ വന്നപ്പോൾ ബ്രദർമാർ പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊട്ടിയാണ്. അപ്പോൾ സാബു ബ്രദറെ കൊണ്ട് വിളിപ്പിച്ചു തന്നെ. സാബു സ്റ്റേജിൽ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി വന്നു. ബെൽറ്റ് എല്ലാം അഴിച്ചു കാണും അല്ലേ? അപ്പോൾ സാബു ബ്രദർ പറഞ്ഞു വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാബു ബ്രദറിൻ്റെ പുറത്ത് തട്ടി ബെൽറ്റെല്ലാം ഊരിപ്പിച്ചു. നട്ടലി തട്ടി കാണും, തട്ടി. എന്നിട്ട് സാബു പറഞ്ഞു കുനിയാനെല്ലാം പറഞ്ഞു. അങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടി. ഞാൻ പിറ്റേ ദിവസം സൗഖ്യം കിട്ടി. അപ്പം തന്നെ സൗഖ്യം കിട്ടുകയും ചെയ്തു. പിറ്റേ ദിവസം ബൈക്ക് ഓടിച്ചു തുടങ്ങി. ഞാൻ മുട്ടത്തി നീന്തി എല്ലാതും ചെയ്തു ഞാൻ പള്ളിയിൽ പോയിട്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൊട്ടിയ നട്ടല് അങ്ങനെ തട്ടി പ്രാർത്ഥിച്ച ആ നിമിഷം ഇൻസ്റ്റന്റ് ഹീലിംഗ് എന്ന് പറയുന്നതിനാണ്. ആ നിമിഷം തന്നെ കർത്താവ് സൗഖ്യമാക്കി. റാഫേലിയേട്ടന് അത്ഭുത രോഗശാന്തിയാണ് കർത്താവ് നൽകിയത്. ഇപ്പൊ എത്ര വർഷമായി? നാലാമത്തെ വർഷം. സെപ്റ്റംബർ 24. 4ാമത്തെ വർഷമായി. നട്ടലിന് ഒരു കുഴപ്പമില്ല, എല്ലാ ജോലിയും ചെയ്യുന്നു. ഡോക്ടർ പറഞ്ഞത് 2 കിലോയിലും കൂടുതൽ വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ 35-40 വരെ വെയിറ്റ് എടുക്കും. സിമെന്റ് പണിയാണ് എനിക്ക് ജോലി. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞത് 2 കിലോ പോലും വെയിറ്റ് എടുക്കരുതെന്നാ. ചേട്ടൻ്റെ 35-40 കിലോ ഒക്കെ വെയിറ്റ് എടുത്ത് സിമെന്റിന്റെ പണിയാണ് ചെയ്യുന്നത്. ആ പൊട്ടിയ നട്ടലിനെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയ അത്ഭുത സൗഖ്യത്തിന് നന്നായിട്ടൊന്ന് കരമടിച്ച് യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകയും. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. രോഗികളെ അവൻ സൗഖ്യമാക്കും. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. റാഫേലിയേട്ട് നൽകിയ അത്ഭുത സൗഖ്യത്തിന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സന്തോഷമായോ? സന്തോഷമായി. വീട്ടിലാരൊക്കെയുണ്ട്? ഭാര്യ മക്കളുണ്ട്. ഭാര്യ വന്നിട്ടുണ്ട്. ഭാര്യ വന്നിട്ടുണ്ട്. അന്ന് സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു സൗഖ്യമല്ലേ? ഹല്ലേലൂയ. ഒരു അത്ഭുത രോഗശാന്തിയാണ് കർത്താവ് നൽകിയത്. കർത്താവിന് മഹത്വം.